പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ണൂർ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന പരാതി. ചുണ്ടിന് മുറിവേറ്റ് ചികിത്സയ്ക്ക് എത്തിച്ച എരമം സ്വദേശിയായ 2 വയസ്സുകാരൻ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ കുട്ടി ബോധരഹിതനാവുകയായിരുന്നു. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. 5-ാം തീയതി രാവിലെ വീടിൻ്റെ അകത്തുനിന്ന് ചെറുങ്ങനെ വീണിട്ട് ഒരു 2 സ്റ്റിച്ചാണ് ഉണ്ടായിന്. അപ്പോൾ അവരെ പെട്ടെന്ന് അച്ഛനും അമ്മയും അവരും കൂട്ടിയിട്ട് മാതാമംഗലം ജനകീയ ആസ്പത്രിയിൽ പോയി. അവരുടൻ തന്നെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പയ്യന്നൂർ വലിയ ആസ്പത്രിയിലേക്ക് പോയിക്കോന്ന് പറഞ്ഞു. അവരുടൻ തന്നെ പയ്യന്നൂരിൽ പോയി. ബേബി മെമ്മോറിയൽ പയ്യന്നൂർ ആസ്പത്രിയിലാണ് പോയിന്. 3-3:30 ആകുമ്പോഴാണ് ഡോക്ടർ പെട്ടെന്ന് വന്ന് മറ്റേ അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ വന്ന് ഒരു ഇഞ്ചക്ഷൻ അനസ്തേഷ്യ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നപാട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. ഇഞ്ചക്ഷൻ കൊടുത്തപാട് കുഞ്ഞിൻ്റെ കണ്ണ് മേലോട്ട് മറിഞ്ഞു. അത് സംഭവം നടന്നു. അതിൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ പിന്നെയാണ് 2 ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറയുന്നത്, കുഞ്ഞ് കുറച്ച് പ്രശ്നമാണ്, ഉടൻ നിങ്ങൾ കണ്ണൂരേക്ക് മാറ്റണം. ഇന്നലെ MRI ചെയ്ത പിന്നെയാണ് 11 മണിക്ക് രാവിലെ 11 മണിയാകുമ്പോൾ പറഞ്ഞത് കുഞ്ഞിൻ്റെ ചലനശേഷി തലക്കെല്ലാം പ്രവർത്തനം നിന്നിട്ടില്ല. ഇന്നിപ്പം പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ മരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം കുഞ്ഞിനെ കൊല്ലാൻ കഴിയില്ല. ഹാർട്ടിൻ്റെ ഇത് ചെറുങ്ങനെ ഇതുണ്ട്, അടിക്കുന്നുണ്ട്. അത് നിന്ന് മരിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയുള്ളത്. എന്നാൽ ചികിത്സാ പിഴവെന്ന ആരോപണം ബേബി മെമ്മോറിയൽ ആശുപത്രി നിഷേധിക്കുകയാണ്. അനസ്തേഷ്യ നൽകിയപ്പോൾ കുട്ടിക്ക് ഹൃദയാഘാതം സംഭവിച്ചുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, അനസ്തേഷ്യ എന്ന് പറയുന്നത് റിസ്ക് ഉള്ള ഒരു സംഗതിയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. 2 വയസ്സുള്ള ഒരു കുഞ്ഞാണ്, വീണ് മുറിവ് പറ്റിയതാണ്. പക്ഷേ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന നിലയിലാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആർക്കാണ് പിഴവ് സംഭവിച്ചത്? ഈ അനസ്തേഷ്യ നൽകിയതിലെ അപാകത തന്നെയാണോ കുഞ്ഞിനെ ഈ നിലയിലേക്ക് എത്തിച്ചത്? വിനീത, തീർച്ചയായിട്ടും ജീവനോട് മല്ലടിച്ച് തന്നെയാണ് ആ കുട്ടി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്, വെന്റിലേറ്ററിൽ കഴിയുന്നത്. ബന്ധുക്കൾ പറയുന്നത് ഇതിനകത്ത് ആശുപത്രി അധികൃതർക്ക് ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിച്ചു എന്നാണ്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പോലും കണക്കിലെടുക്കാതെ ഉടനടി അനസ്തേഷ്യ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ആശുപത്രി എത്തിയത്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാരും അവിടെയുള്ള ഉദ്യോഗസ്ഥരും ആ തരത്തിലാണ് ഇടപെട്ടത് എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. ചുണ്ടിന് ഒരു ചെറിയ മുറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയോ അല്ലെങ്കിൽ ശാരീരിക അവസ്ഥയോ ഒന്നും തന്നെ പരിഗണിക്കാത്ത തരത്തിൽ വലിയ അളവിൽ അല്ലെങ്കിൽ ഡോസിൽ കൂടുതൽ ഇത്തരത്തിൽ അനസ്തേഷ്യ നൽകി എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിക്ക് ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് പോയത്. അവിടെ നിന്നും പിന്നീട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും ഈ ചികിത്സ നടത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് കുട്ടിയെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് കുട്ടി ചികിത്സയിൽ കഴിയുന്നത്. ഗുരുതരമായിട്ടുള്ള പിഴവാണ് സംഭവിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. പക്ഷേ ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്ന് പറയുന്നത് അനസ്തേഷ്യ നൽകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു റിസ്ക് ഉണ്ട്. അതിൻ്റെ ഭാഗമായി ഈ കുട്ടിക്ക് അനസ്തേഷ്യ നൽകി. പക്ഷേ കുട്ടി ആ ഘട്ടത്തിൽ തന്നെ കുട്ടിക്ക് ഹൃദയാഘാതം സംഭവിച്ചു. അതാണ് ഇത്തരം ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ കാരണമായത് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ ജീവൻ ഇപ്പോൾ വലിയ അപകടത്തിലാണ്. ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോൾ വെന്റിലേറ്ററിൽ ചികിത്സയിൽ. ഈ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ പരിശോധിച്ച ശേഷമാണോ അനസ്തേഷ്യ നൽകിയത്? അതിൽ റിസ്ക് ഉണ്ടെന്ന് പറയുമ്പോൾ പോലും എന്തിനാ അവസ്ഥയിൽ നൽകി? അല്ലെങ്കിൽ കുട്ടിക്ക് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള പരിശോധനകളൊന്നും നടത്തിയില്ലേ? വിനീത, ബന്ധുക്കൾ പറയുന്നത് അത്തരം പരിശോധനകളൊന്നും തന്നെ നടത്തിയിരുന്നില്ല. കാരണം കുട്ടിയെ കണ്ട ഉടനെ തന്നെ ഡോക്ടർ അനസ്തേഷ്യ നൽകാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. അടുത്ത രക്ഷിതാക്കൾ ഉൾപ്പെടെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മയോടൊപ്പമാണ് ഈ അനസ്തേഷ്യ നൽകാനുള്ള റൂമിലേക്ക് കുട്ടിയെ ആദ്യം കൊണ്ടുപോയത്. ആ സമയത്ത് തന്നെ ഈ മുറിവ് കൃത്യമായി നോക്കാൻ അല്ലെങ്കിൽ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമൊന്നും മനസ്സിലാക്കാത്ത തരത്തിലാണ് ആശുപത്രി അധികൃതർ ഇത്തരം അനസ്തേഷ്യ നൽകാനുള്ള തീരുമാനമെടുത്തത്. ഡോക്ടറുടെ ഭാഗത്ത് അത്തരമൊരു തീരുമാനം ഉണ്ടായത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ ആശുപത്രി അധികൃതർ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. കൃത്യമായ രീതിയിൽ ഇത് 7 മാസം പ്രായമാവുന്ന സമയത്ത് പ്രസവിച്ച ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ചില ശാരീരികമായിട്ടുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കിയാണ് അനസ്തേഷ്യ നൽകിയത് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ബന്ധുക്കൾ പറയുന്നത് അങ്ങനെ ഒരു പരിശോധനയുമോ അല്ലെങ്കിൽ ഒരു അന്വേഷണമോ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് ഉൾപ്പെടെ അല്ലെങ്കിൽ പോലീസിന് പരാതി നൽകാൻ ഉൾപ്പെടെയുള്ള തീരുമാനത്തിലേക്ക് ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. പയ്യന്നൂർ പോലീസിൽ ഉടൻ തന്നെ
പരാതി നൽകും എന്നുള്ളതാണ് കുട്ടിയുടെ ബന്ധുക്കൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധവുമായി യുവാക്കൾ എത്തിയിരുന്നു. അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും ആശുപത്രിയിലേക്ക് പ്രതിഷേധവുമായി എത്തി. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ആശുപത്രിയുടെ ഗേറ്റിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞിരുന്നു. പക്ഷേ അതും മറികടന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് അതിക്രമിച്ച് കടന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നത്. എന്തായാലും ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ചികിത്സാ പിഴവുണ്ടായിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ബന്ധുക്കൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികളുമായി മുന്നോട്ട് പോവുകയാണ്. ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ന്യായീകരിക്കാൻ വേണ്ടി കഴിയാത്ത, ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും നീതീകരിക്കാൻ വേണ്ടി കഴിയാത്ത പിഴവുകൾ സംഭവിച്ചു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. വിനീത. ശരി, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്. ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ കുഞ്ഞിപ്പോൾ അനസ്തേഷ്യ നൽകിയതിനു ശേഷം വെന്റിലേറ്ററിലാണ്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നത്. ഗുരുതര ചികിത്സാ പിഴവുണ്ടായി എന്നതാണ് ബന്ധുക്കളുടെ ആരോപണം. കൃത്യമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. അർജുൻ കല്യാട് വിശദാംശങ്ങൾ